ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് വേണേൽ പറയാം. ഒരു 3 മന്ത്സോളം ഗ്യാപ്പ് വന്നു. വീണ്ടും വേറൊന്നും കൊണ്ടല്ല, കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അത് തിരക്കായതുകൊണ്ടായിരുന്നു. ചെയ്യാൻ സമയം കിട്ടുന്നില്ലായിരുന്നു വീഡിയോ ചെയ്യാൻ. എസ്പെഷ്യലി ക്ലാസ്സിൽ പോകണം. പിന്നെ ക്ലാസ്സിൽ ഇപ്പോൾ ഈയിടെ പോകാൻ തുടങ്ങി. ക്ലാസ്സിൽ പോകുമ്പോൾ ആക്ച്വലി ടൈം കിട്ടുന്നില്ല. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇനി ക്ലാസ്സിൽ പോകണം. അതിൻ്റെയൊക്കെ തിരക്കിൽ ഇപ്പം വീഡിയോ ഒക്കെ കുറവായിരിക്കും. ഇപ്പം ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇടാൻ കാരണം, നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഒരു ഇഷ്യൂ, സഞ്ജു ടെക്കി MVD ഒരു ഇഷ്യൂ കണ്ടായിരുന്നു ഇന്നലെ. അത് കുറച്ച് ദിവസമായി, അത് ആ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി സഞ്ജു ടെക്കി. പിന്നെ അതിൻ്റെ കേസൊക്കെ വരുന്ന ഈയിടെയായിട്ടാണ്. പിന്നെ ഇന്നലെയാണ് അതിൻ്റെ ഒരു ഇതായിട്ട് വന്നത്. സഞ്ജു ടെക്കിയുടെ ഒരു ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കുവാന്ന് പറഞ്ഞൊരു ഡിസിഷൻ ഇന്നലെയാണ് ന്യൂസ് രാവിലെ കണ്ടത്. അപ്പം അതിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ആജീവനാന്തം റദ്ദാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിൽ കുറച്ച് നാളത്തേക്കിനൊരു പണിഷ്മെൻറ്റ് ഏതായാലും കൊടുക്കണം. കാരണം ഇത് നല്ലൊരു നിയമം, നല്ലൊരു വയലേഷനാണ്. ലോ വയലേറ്റ് ചെയ്ത നല്ലൊരു ഇതാണ്. കാരണം സ്വന്തം വണ്ടിയാണ് എന്നാൽ പോലും ഇങ്ങനെ വെള്ളം നിറച്ചിട്ടാലും അതിങ്ങനെ പ്രൈവറ്റ് സ്പേസിൽ വിത്ത് പെർമിഷൻ ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്നാലും അതിന് മുതിരരുത്. പിന്നെ ഇത് സഞ്ജു ടെക്കി ചെയ്ത മണ്ടത്തിനെന്ന് വെച്ചാൽ വെള്ളം നിറച്ച് റോഡിലോട്ടങ്ങ് ഇറങ്ങി പബ്ലിക് ന്യൂസൻസ് ആക്കി. അത് ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേന് വെള്ളമില്ല, വണ്ടിയിൽ അത് ലീക്കായി, എയർ ബാഗും പൊട്ടി, റോഡിലെല്ലാം വെള്ളമാകാൻ തുടങ്ങി, അവിടെ എല്ലാം ട്രാഫിക് ബ്ലോക്ക് എല്ലാം ആയി, ആകെ ഒരു പബ്ലിക് ന്യൂസൻസ് ആക്കി. അതാണ് ഏറ്റവും ഒരു പ്രശ്നം പറ്റിയത്. അവിടെയാണ് ഒരു പിടുത്തം കിട്ടിയത് MVDയുടെ. MVD കുറേ നാളായിട്ട് സഞ്ജു ടെക്കിയുടെ പുറകെയുണ്ട് MVD. അപ്പോൾ ഇപ്പം ഈ ഒരു സ്ട്രോങ് കേസ് കിട്ടിയപ്പം അവരത് അടിച്ച് കൈ കൊടുത്തു പണിഷ്മെൻറ്റ്. ഇപ്പം കറണ്ട്ലി സഞ്ജു ടെക്കി ആണെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നോ ഏതാണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഒരു പണിഷ്മെൻറ്റിൽ ഏതാണ്ട് ഒരു സേവനം ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കഴിയുമെന്ന് കണ്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാലും അവർ പണിഷ്മെൻറ്റ് പിന്നെ കടിപ്പിച്ചിരിക്കുകയാണ്. ലൈസൻസ് ആജീവനാന്തം റദ്ദെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇച്ചിരി കൂടിപ്പോയി, കടന്ന കയ്യായി പോയി. കാരണം വേണം, ഇത് ഒരിക്കലും പണിഷ്മെൻറ്റ് കൊടുക്കില്ലെന്നല്ല, ഒരു 5-10 വർഷത്തേക്കിനൊക്കെ ഒന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം വിത്തൊരു ഹ്യൂജ് ഫൈൻ, വിത്തൊരു പ്രോപ്പർ വാർണിംഗ്, അവയർനെസ് എല്ലാം കൊടുത്തിട്ട് ലൈസൻസ് തിരിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് പല ഒപ്പീനിയൻ കാണും. അത് ഒരു മാനുഷിക പരിഗണനയാണ്. കാരണം ആർക്കാണ് തെറ്റ് പറ്റാത്തത്? എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും എല്ലാം കഴിഞ്ഞവരൊന്നുമല്ല. എല്ലാവർക്കും ഓരോ എത്ര വലിയ പുള്ളിയാളും ലൈഫിൻ്റെ ഒരു സ്ഥലത്തേലും ഒരു മണ്ടത്തരം വലിയത് പറ്റും. അതുകൊണ്ട് ആ ഒരൊറ്റ പറ്റലും കൊണ്ട് പുള്ളിയെ അങ്ങ് കംപ്ലീറ്റ് ഇല്ലാതാക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ ലൈസൻസ് സഞ്ജു ടെക്കിയുടെ ആജീവനാന്തം പോവുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സഞ്ജു ടെക്കി ഓൾറെഡി ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. സ്വന്തം ഡ്രൈവ് ചെയ്ത് പോയാണ് നേരത്തെ എല്ലാം വീഡിയോ ഇടുങ്ങി. അതൊന്നും എടുത്തില്ലെപ്പോലും സഞ്ജു ടെക്കി വ്ളോഗർ അല്ലേപ്പോലും ഒരു മനുഷ്യന് അത്യാവശ്യം ഈ കാലത്ത് വേണ്ടതാണ് ലൈസൻസ്. കാരണം രാത്രിയിൽ ഒരു എമർജൻസി ഒക്കെ വന്നാലും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിലും, അല്ലെ തന്നെ ജീവിക്കുന്നെങ്കിൽ അവിടെ പെട്ടെന്ന് ഒരു എമർജൻസി അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകണമെങ്കിൽ സ്വന്തം വണ്ടിയേ പറ്റത്തുള്ളൂ, പ്രൈവറ്റ് വെഹിക്കിളേ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നേരം ഡ്രൈവറൊക്കെ വെക്കാമെന്ന് പറഞ്ഞാൽ വലിയ അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല എല്ലായിടത്തും. സഞ്ജു ടെക്കിക്ക് ഡ്രൈവർ വെക്കാൻ കാശിലൊന്നുമല്ല. പക്ഷേ എന്നാലും അതും അല്ലല്ലോ, നമ്മുടെ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കുമ്പോഴല്ലേ എൻ്റെ ഒരു ഫീൽ. അപ്പം അതൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളായിട്ട് വരും ആ കൂട്ടത്തിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ അത് തന്നെ, ആജീവനാന്തം ലൈഫ് ലോങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ഇതിപ്പോൾ ഇന്നലെ ന്യൂസ് രാത്രിയിൽ കേട്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു നല്ലൊരു അഡ്വക്കേറ്റ് ചെയ്യുന്ന അപ്പീലിന് പോകാമെങ്കിൽ ഇത് അവർ ഇത് റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ബാന്. ലൈസൻസ് പിന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു MVDക്ക് ലൈസൻസ് നിഷേധിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, അത് കോർട്ടിനെ ഉള്ളതെന്നാണ് കേട്ടത്. നല്ലൊരു അഡ്വക്കേറ്റിനെ സഞ്ജു ടെക്കി കൊണ്ട് അപ്പീലിന് പോയി കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടട്ടെ. പിന്നെ പ്രോപ്പർ ഒരു വാർണിംഗ് കൊടുക്കും, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. അതുപോലത്തെ ഒരു അവയർനെസ്സും അതുപോലത്തെ ഒരു വാർണിംഗ്, ഒരു ഫൈനോ എല്ലാം കൊടുക്കണം. ഇതിനു മുമ്പേ കുറേ വീഡിയോയായിട്ട് ചൊറി ഉണ്ടായിരുന്നു സഞ്ജു ടെക്കി. ആദ്യം മോഡിഫിക്കേഷൻ്റെ കേസിലാണെങ്കിലും, ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച ഒരു കേസാണേലും, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു നേരത്തെ. അതെല്ലാം കൂടെ MVDക്ക് ചൊറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടാൻ അവസരം കിട്ടിയപ്പോൾ അവരങ്ങ് കൂട്ടി. അത്രയൊക്കെ തന്നെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, സഞ്ജു ടെക്കി ചെയ്തത് ഓക്കെ, തെറ്റ് തന്നെയാണ്, വലിയ തെറ്റ് തന്നെയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേങ്കിൽ ഇത് മീഡിയ ഇടയ്ക്കൂടൊരു പരിപാടി മീഡിയ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക്, ഈ ന്യൂസ് ചാനൽസിന് പണ്ടേ ഓൺലൈൻ ഇത് ചാനലുകാരെ കണ്ടുകൂടാ, യൂട്യൂബേഴ്സിനെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുകൂടാ.
അവരെ എങ്ങനെയൊക്കെ അവരെ തകർക്കാൻ നോക്കി അവർ നടക്കുക, റിസർച്ച് ചെയ്ത് നടക്കുകയാണ് ഈ മീഡിയക്കാർ. അവരുടെ ഞാൻ ഇന്നലെ ഒരു ചർച്ച കണ്ടായിരുന്നു ഒരു ന്യൂസ് ചാനലിൻ്റെ പേര് പറയുന്നില്ല. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സഞ്ജു ടിക്കയുടെ എതിരെ പറയുന്നത്. പോട്ടെ, അവനെ നിങ്ങൾ പറഞ്ഞു, അത് കുഴപ്പമില്ല. അവൻ വീട്ടുകാരെന്തൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള അവനെ ഉണ്ടാക്കി വെച്ചതെന്ന്, വാഴ വെച്ചുകൂടെ, അങ്ങനെ അതുകൊണ്ടൊക്കെ ഈ ന്യൂസുകാർ പറയുന്നത്. എന്തോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് റൈറ്റ്സ് ഉള്ളത്? ഒരാൾക്ക് ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റും, പക്ഷേ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയക്കാർ ഇച്ചിരി ഓവറാണ് ഈ ഒരു കാര്യത്തിൽ. പണ്ട് തൊട്ടേ ഉള്ളതാണ് മീഡിയക്കാർക്ക് യൂട്യൂബേഴ്സിനെ ഒന്നും കണ്ടുകൂടാ. ഇപ്പോൾ എന്നെ ചെയ്യാനെന്ന് അറിയത്തില്ല. പിന്നെ വേറെ ടോക്കും പറയുന്നു, യൂട്യൂബേഴ്സ് ആരും കഷ്ടപ്പെട്ടല്ല കാശുണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് ഒത്തിരി പൈസ കയ്യിലുണ്ട്, ഇവർക്ക് അതുകൊണ്ട് കാശിൻ്റെ കഴപ്പാണ്, കാശിൻ്റെ അഹങ്കാരമാണ്, പണക്കൊഴുപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. യൂട്യൂബേഴ്സ് കഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് യൂട്യൂബേഴ്സിനറിയാം. കാരണം ഈ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറമെ നോക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. ഇതിന് പിന്നെ ഒത്തിരി ഹാർഡ് വർക്കുണ്ട്. കാരണം ഒരു വീഡിയോ എടുക്കണം, ഷൂട്ട് ചെയ്യണം, ഇരിക്കണം, അതിന് വേണ്ടി മെനക്കെട്ടിരിക്കണം, അത് എഡിറ്റ് ചെയ്യണം. നല്ലൊരു കുറേ ഷോർട്സൊക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് എഡിറ്റ് ചെയ്ത് പുറത്ത് ആക്കാൻ. പിന്നെ അതിന് നമ്മൾ സമയം കണ്ടെത്തണം, അതിനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം സമയം കണ്ടെത്തും. ഇതിലെല്ലാം ഇതിലെല്ലാം മെയിനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. അത് തപ്പി നടക്കണം, തല പോകണം. കണ്ടൻറ്റ് കണ്ടുപിടിക്കൽ തന്നെ വലിയൊരു കഴിവാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മീഡിയയ്ക്ക് കഷ്ടപ്പെടാതെ ഉണ്ടാക്കുന്ന കാശാണ്. കഷ്ടപ്പെടാതല്ല, പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് യൂട്യൂബ് തരുമോ കാശ്? എല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് മീഡിയസിനോട് പറയാനുള്ളത്. ഇതിപ്പോൾ എല്ലാവരും മീഡിയസിനെതിരെ പറയുന്നൊക്കെ ഉണ്ട്, എന്നാലും അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇവരെന്നാ അങ്ങനെ നോക്കിയാൽ മീഡിയസും യൂട്യൂബേഴ്സും തമ്മിൽ എന്നാ വ്യത്യാസമുള്ള? രണ്ടുപേരും ചെയ്യുന്ന ഏകദേശം സിമിലറാണ് അവരുടെ വർക്ക്. യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നിരുന്ന് പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, മീഡിയ അവിടെ കുറച്ച് ഒരു സെറ്റപ്പ് സ്റ്റുഡിയോ ഒക്കെ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടുന്നു. അവർക്ക് തന്നെ ഇവർ തമ്മിൽ വ്യത്യാസം കഷ്ടപ്പാടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാലും നിങ്ങളും കഷ്ടപ്പെടാതെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും അപ്പോൾ അത് നടക്കത്തില്ല. എല്ലാവരും പണിയെടുത്ത് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിലൊരു ഹാർഡ് വർക്കുണ്ട്. മീഡിയയിലെല്ലാവരും അല്ല പറഞ്ഞേ, മീഡിയയിലൊക്കെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, ലൈവ് ലൊക്കേഷനിലൊക്കെ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ നല്ല കഷ്ടപ്പെട്ടാണ് പണിയെടുക്കുന്നത്. അല്ലാതെ ഈ സ്റ്റുഡിയോയിൽ കുത്തിയിരുന്ന് ഫോൺ അടിക്കുന്നവന്മാരുണ്ട്, അവന്മാരൊക്കെ എന്തോന്നാണ്, അവന്മാർ യൂട്യൂബേഴ്സും തമ്മിൽ എന്നാ വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഡയലോഗ് അടിയിടൊന്നും ആവശ്യമില്ല. എല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് കാശുണ്ടാക്കി ജീവിക്കുന്നത്. പുറമെ നോക്കുമ്പോൾ യൂട്യൂബേഴ്സിന് കുറേ കാശുണ്ട്, നല്ല അടിച്ചു പൊളിച്ചുള്ള ലൈഫാണ് നിങ്ങൾ ഔട്ട് കാണുന്നത്. ഇൻകം ടാക്സ് റെയ്ഡൊക്കെ ഈയിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കാശുണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ചിലവാക്കാനും അവർക്ക് തോന്നിയ പോലെ കാണിക്കാനും. എന്ന് വെച്ച് നിയമം വയലേറ്റ് ചെയ്യണമെന്നല്ല, നിയമം അതിൻ്റെ ഒരു പ്രശ്നങ്ങളില്ലാതെ നിയമം അനുസരിച്ച് അവർക്ക് ഈ രാജ്യത്ത് കാശ് ചിലവാക്കി ടാക്സ് പ്രോപ്പറായിട്ട് അടച്ച് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതിന് നമ്മളാരും ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. സഞ്ജു ടിക്കയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചെയ്ത ആക്ട് തെറ്റാണ്, അതൊരിക്കലും ഞാൻ യോജിക്കത്തില്ല, ന്യായീകരിക്കാനും പറ്റത്തില്ല. പക്ഷേങ്കിൽ ഈ ഒരു പണിഷ്മെൻറ്റ് ഇച്ചിരി അത് തന്നെയാണ് പറയാനുള്ളത്. സഞ്ജു ടിക്ക് പണ്ട് തൊട്ടേ ഇച്ചിരി ഓവർ കണ്ടക്റ്റായിരുന്നു. എനിക്ക് പുറത്തേക്ക് ഒരു 2019-18 സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്ളോഗറായിരുന്നു സഞ്ജു ടിക്ക്. നല്ല എനർജിയാണ് വീഡിയോ കണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 20 കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് 21 പിന്നെ ഓരോ ഉഡായ്പ് കണ്ടൻ്റ് അടിച്ച് പറന്നിടാൻ തുടങ്ങി. ഉള്ള ഇത് പോയി കിട്ടി. അപ്പം പിന്നെ ഇങ്ങനെ വന്ന് പണ്ട് തൊട്ട് ഇച്ചിരി ഓവർ ഹൈപ്പറാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് എന്നേലും ഇത് കുഴിച്ചാട് വന്ന് സൈഡിലുള്ള ബോധമുള്ളവരാരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ ആക്ച്വലി ആ വണ്ടി ഓടിച്ചതാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെ ചെയ്യല്ല, അതിന് കൂട്ടു നിൽക്കാൻ പോകരുത്. ഒരാളൊരു മണ്ടത്തരം കാണിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ട സൈഡ് അടുത്തുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ അവരെന്നാ പറയേണ്ട, ഫ്രണ്ട്സിന് സഞ്ജുവിൻ്റെ വണ്ടി സഞ്ജുവിൻ്റെ കാശ് സഞ്ജുവിന് തോന്നി വിളിക്കുക, അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരെ അടുപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഈ ആക്ടിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ ഈ MVDയുടെ ഈ ഒരു പണിഷ്മെൻറ്റിനോടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഇച്ചിരി കടുത്ത് പോയി. കുറച്ച് നാൾ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങ് ഒരു ഫൈൻ അടച്ചിട്ട് ഒക്കെ അതങ്ങ് കൊടുത്തേക്കണം, അല്ലെ പിന്നെ പറ്റത്തില്ല. ഈ കാലത്ത് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.